ഗസയിലെ വെടിനിർത്തൽ കരാർ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ആണ് ഈജിപ്തിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ട്രംപിന്റെ 20 ദിന സമാധാന പദ്ധതി വെടിനിർത്തലിൽ നിന്ന് നിരായുധീകരണത്തിലേക്കും ടെക്നോക്രാറ്റ് സമിതിയുടെ ഭരണത്തിലേക്കും ഗസയുടെ പുനർനിർമ്മാണത്തിലേക്കും നീങ്ങുകയാണ് എന്നായിരുന്നു ബുധനാഴ്ച സമൂഹമാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചത്. രണ്ടാം ഘട്ടത്തിൽ എന്തൊക്കെയാണ് ഗസയിൽ സംഭവിക്കുക പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മാസങ്ങൾ നീണ്ട വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനും പിന്നാലെ ഗസ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇടക്കാല ഭരണ സംവിധാനം, ഹമാസിന്റെ നിരായുധീകരണം, മുനമ്പിന്റെ പുനർനിർമ്മാണം, ഇസ്രായേലി സൈന്യത്തിന്റെ പിന്മാറ്റം എന്നിങ്ങനെ സുപ്രധാന നടപടികളാണ് ഇനി ഗസയിൽ നടക്കുക. വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ആവർത്തിച്ച് ലംഘിക്കുന്നതിനിടെയായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഈജിപ്തിൽ നടന്നത്. ഹമാസ് നേതാക്കളും ഗസയിലെ മറ്റ് ഫലസ്തീൻ വിഭാഗങ്ങളുടെ പ്രതിനിധികളും ഇസ്രായേൽ അധികൃതരുമെല്ലാം ഈ ചർച്ചയിൽ പങ്കെടുത്തു. ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ വിറ്റ്കോഫ് ആണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതായി പ്രഖ്യാപനം നടത്തിയത്. ഒപ്പം ഇതുവരെ എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് വിറ്റ്കോഫ് നന്ദി പറയുകയും ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ ഗസയുടെ ഭരണം ടെക്നോക്രാറ്റ് സമിതി ഏറ്റെടുക്കും. കൂടാതെ മുനമ്പിന്റെ പൂർണ്ണമായ പുനർനിർമ്മാണവും നടക്കും. ഖത്തർ, തുർക്കി, ഈജിപ്ത് എന്നീ മധ്യസ്ഥർ ഫലസ്തീൻ ടെക്നോക്രാറ്റിക് സമിതിയുടെ രൂപീകരണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അലി അബ്ദുൾ ഹമീദ് ഷാത്താകും സമിതിക്ക് നേതൃത്വം നൽകുക. യുദ്ധാനന്തര ഗസ ഭരിക്കാൻ 15 പേരടങ്ങുന്ന ഫലസ്തീൻ ടെക്നോക്രാറ്റിക് കമ്മിറ്റിയാകും ഉണ്ടാകുക. അതിലെ എല്ലാ അംഗങ്ങളെയും ഇസ്രായേലും ഫലസ്തീൻ ഗ്രൂപ്പുകളും അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് ഈജിപ്ത് ബുധനാഴ്ച അറിയിച്ചത്. ഒക്ടോബറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥത വഹിച്ച 20 പോയിന്റ് ഗസ വെടിനിർത്തൽ പദ്ധതി പ്രകാരം ട്രംപ് തന്നെ അധ്യക്ഷനാകുന്ന സമാധാന ബോർഡാകും ഭരണത്തിന് മേൽനോട്ടം വഹിക്കുക. സമാധാന ബോർഡിന്റെ ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കാൻ ബൾഗേറിയൻ രാഷ്ട്രീയക്കാരനും പശ്ചിമേഷ്യയിലെ മുൻ UN പ്രതിനിധിയുമായ നിക്കോളായ് മദ്ലോവിനെയും ട്രംപ് ഇതിനോടകം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ടെക്നോക്രാറ്റിക് ഭരണസമിതിയുടെ ആദ്യ യോഗം അടുത്ത ആഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ ചേരുന്നുണ്ട്. നിക്കോളായ് മ്ലദ്നോവ് തന്നെയായിരിക്കും സമിതിയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് എന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാങ്കേതിക വിദഗ്ധരുടെ സമിതി ഫലസ്തീൻ പ്രദേശത്തിന്റെ ഭരണമേറ്റാലുടൻ ഗസയിൽ നിലവിലുള്ള സർക്കാരിനെ പിരിച്ചുവിടുമെന്ന് ഹമാസും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ നീക്കങ്ങളെല്ലാം ഇസ്രായേലിന് അനുകൂലമാണെന്ന് വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഒരു വിഭാഗത്തിന് താല്പര്യമുള്ള രീതിയിൽ മാത്രം കാര്യങ്ങൾ നീങ്ങിയാൽ പ്രക്രിയ എങ്ങനെ നീതിയുക്തമാകുമെന്നാണ് അവർ ചോദിക്കുന്നത്. ഗസയെ രണ്ടാം ഘട്ടത്തിലേക്ക് കുടുക്കിയിടാനാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശ്രമങ്ങൾ എന്നാണ് വിലയിരുത്തൽ. 2025 ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഇസ്രായേൽ 1190-ലധികം തവണ വെടിനിർത്തൽ ലംഘിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. 400-ലധികം ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നിർണായകമായ മാനുഷിക സഹായം എൻക്ലേവിലേക്ക് പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തിരുന്നു. ഇതെല്ലാം അമേരിക്കയുടെ പക്ഷപാതത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുമുണ്ട്.